ഇപ്പം നിനക്കെല്ലാം ഡബ്ല്യു ആടാ. ഇപ്പം നീ കുറച്ച് നേരത്തെ നീയെല്ലാം ഫേക്ക് എല്ല് സ്ക്രിപ്റ്റ് എന്നൊക്കെ ആയിരുന്നല്ലോ. ഞാൻ പറഞ്ഞ ഈ ലൈവ് തീരുന്നതിന് മുന്നേ ഞാൻ നിരപരാധിയെന്ന് തെളിയിച്ചിട്ടേ ഞാൻ പോകുമ്പത്തേ മോനെ. ഹെയ്റ്റ് ഒന്നും ഉണ്ടായവനാ ഞാൻ, മനസ്സിലാ? കോൺട്രവേഴ്സിന്ന് ഹെയ്റ്റ് ഒന്നും വളർന്നു വന്നവനാ ഞാൻ. ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. MRC തൊപ്പി ആൻഡ് ഗ്യാങ് അടിച്ച് പിരിഞ്ഞു. നാല് വഴിക്കായി പരസ്പരം ഇപ്പം ചെളി വാരി എറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട കുറേയധികം വിവാദങ്ങൾ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇൻസ്റ്റാഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാലും എല്ലായിടത്തും ഇത് തന്നെയാണ് ചർച്ച, ഈ ഒരു ഗ്യാങ്ങിന്റെ തമ്മിൽ തല്ല്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ ഞാനും ഒരു വീഡിയോ ചെയ്തതാണ്. അതേപോലെ മറ്റു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളും ഈ ഒരു വിഷയത്തെക്കുറിച്ച് വീഡിയോ ചെയ്തതാണ്. പക്ഷെ ഞങ്ങളെല്ലാം വിട്ടുപോയൊരു കാര്യം, അതുൽ വ്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനലിലെ അതുലിന്റെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ഒരു ചേച്ചി അതുലിനെ വിളിച്ച് ഓർമ്മപ്പെടുത്തി. അതിന്റെ പശ്ചാത്തലത്തിൽ അതിലൊരു വീഡിയോ ചെയ്തു. അത് കണ്ട ശേഷമാണ് ഞാനും ഈ ഒരു വീഡിയോ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. നമുക്കറിയാം MRC തൊപ്പി ആൻഡ് ഗ്യാങ്, ഈ ഗ്യാങ്ങിന്റെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് ഭൂരിഭാഗം കുട്ടികളാണ്. അതായത് 18 വയസ്സിന് താഴെയുള്ള കൊച്ചു കുട്ടികളൊക്കെ തന്നെ ഇവരുടെ വീഡിയോസ് കാണാറുണ്ട്. ഈ ഗെയിമിംഗ് ചാനൽ ആയതുകൊണ്ട് കുട്ടികളാണ് കൂടുതൽ ഓഡിയൻസ് ആയിട്ട് വരുന്നത്. ഞാൻ പോലും ഈ ഗെയിമിംഗ് ചാനലുകളൊന്നും അധികം കാണാറില്ല. ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും ഗെയിം കളിക്കും, പക്ഷേ എനിക്ക് അത്ര വലിയ താല്പര്യമില്ലാത്ത കാരണം ഞാൻ ആ വിഷയങ്ങളിലേക്ക് ഒന്നും കൈ കടത്താറില്ല. പിന്നെ ഇവരുമായിട്ട് ബന്ധപ്പെട്ട എപ്പോഴും വിവാദങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ആളുകളെ ഫോളോ ചെയ്യുന്നത്. എന്തായാലും ഇന്നത്തെ ഇവരുടെ ലൈവ് മുഴുവൻ ഞാൻ വീണ്ടും ഇരുന്ന് റീവൈൻഡ് അടിച്ച് കണ്ടപ്പോൾ ആ ചേച്ചി പറഞ്ഞതിനകത്തും കാര്യമുണ്ട്. കാരണം ഇവരുടെ ചാനലിനകത്ത് ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികളാണ്. ആ കൊച്ചു കുട്ടികൾ ഒരിക്കലും കാണാൻ പാടില്ലാത്ത കുറേയധികം കാര്യങ്ങൾ ഇന്നലെ നിഹാദ് പുറത്തേക്ക് വിട്ടു. അതിന്റെ എല്ലാം കാരണം എന്ന് പറയുന്നത് ബേസിക്കായിട്ട് ഈ പറയുന്ന ഷമീറും മമ്മും ഒക്കെ തന്നെയാണ്. ഇവർ കുറെ വിവാദങ്ങൾ അങ്ങ് ഉണ്ടാക്കി വിട്ടു. ഈ നിഹാദിനെതിരെ കുറേയധികം ആരോപണങ്ങൾ പടച്ചങ്ങോട്ട് വിട്ട് കഴിഞ്ഞപ്പോൾ ഇവർ എവിഡൻസ് ഒന്നും വെച്ചിട്ടില്ല. പക്ഷേ നിഹാദ് ഓൾ ടോട്ടൽ എവിഡൻസുമായിട്ട് വന്നിച്ചൊരു ലൈവ് അങ്ങ് ചെയ്തു. അതോടുകൂടി തന്നെ ഇവരുടെ രണ്ടുപേരും ലൈഫ് സ്പോയിലായി പോയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഇവരുടെ സ്വവർഗാനുരാഗ ബന്ധം തെളിയിക്കുന്ന തരത്തിലുള്ള ക്ലിപ്പുകൾ വരെ ഈ പറയുന്ന നിഹാദ് പുറത്തേക്ക് വിട്ടു. അത് ബ്ലർ ചെയ്ത ക്ലിപ്പുകളാണ്. പക്ഷേ അത് യൂട്യൂബിന്റെ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ഒക്കെ മാനിച്ചുകൊണ്ടാണ് ആ ഒരു ക്ലിപ്പുകൾ പുറത്തോട്ട് വിട്ടിരിക്കുന്നത്. ഇനി അഥവാ ഈ പറയുന്ന ഷമീർ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ബ്ലർ ചെയ്യാത്ത ക്ലിപ്പുകൾ പുറത്തേക്ക് വിടുമെന്ന് നിഹാദ് പറഞ്ഞിട്ടുമുണ്ട്. എന്തായാലും അതൊക്കെ അവരുമായിട്ട് ബന്ധപ്പെട്ട വിഷയം. പക്ഷേ ഇതിനകത്ത് ഗൗരവപരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഇത്രയധികം ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഇവർ ഡ്രഗ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ തന്നെ സെക്ഷൽ അബ്യൂസ്, ഈ കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അത് തന്നെയാണ് നമ്മുടെ മെയിൻ ടോപ്പിക്ക്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ആരോപണം വന്നിരിക്കുന്നത് MRC മമ്മുവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ. മമ്മുവിനെതിരെ ഒരു പെൺകുട്ടിയെ കടന്നു പിടിച്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഇന്നലെ നിഹാദ് പറഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഇവൻ ഒരു പെണ്ണിനാ ബാംഗ്ലൂർ വെച്ചിട്ട് ഒരു പെണ്ണിനാ അങ്ങനെ തന്നെ കൈക്ക് പിടിച്ച് ഡോറിന്റെ ഉള്ളിലേക്ക് കയറ്റുക, കടി കയറിയിട്ട് കണ്ണ് കാണാണ്ടായിട്ട് ഇവന്. ഇവളെന്തോ ചിരിച്ചു കാണിക്കുക, എന്തോ ഫ്രണ്ട്ലി ആയി. ഇവള് നമ്മളെല്ലാവരുമായിട്ട് അവിടെ ഇങ്ങനെ കമ്പനി ആയിട്ട് നിൽക്കുമ്പോൾ എന്തോ ഇവനോട് നല്ല എന്തോ രീതിയിൽ എന്തോ കമ്പനി ആയതോ ചിരിച്ചു കാണിച്ചപ്പോൾ ഇവൻ കൈ പിടിച്ച് ഡോറിന്റെ ഉള്ളിലേക്ക് പിടിച്ച് കയറ്റി. മൊത്തം സീനായില്ലേ. എന്നോടുള്ള റെസ്പെക്ട് കൊണ്ട് മാത്രം ആ പെണ്ണ് കേസിന് പോയില്ല. ഓക്കെ, കേസിന് പോയില്ല. അത് ഞാൻ പറയല്ല. ഇപ്പം ആണെങ്കിൽ എനിക്കറിയില്ല, ഓളെ പേര് പറഞ്ഞത് ശരിയാണെന്ന് അറിയില്ല. ഓള് ഇനി നിൽക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ കോണ്ടാക്ട് ചെയ്യുകയാണെങ്കിൽ ഓള് വന്ന് പറയും. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ അലിഗേഷൻ. ഈ പറയുന്ന മമ്മുവിനെതിരെ ഈ സ്വവർഗാനുരാഗവുമായി ബന്ധപ്പെട്ട ക്ലിപ്പിനകത്തുള്ള പരാമർശം മാത്രമല്ല, ഈ പെൺകുട്ടീനെ കയറി പിടിച്ചു എന്ന തരത്തിലുള്ള ആരോപണം ഇയാൾക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. വേണമെങ്കിൽ ആ ഇരയാക്കപ്പെട്ട അല്ലെങ്കിൽ ഈ മമ്മു കയറി പിടിച്ച പെൺകുട്ടീനെ കൊണ്ടുവരാമെന്ന് ഈ പറഞ്ഞ നിഹാദ് തന്നെ പറഞ്ഞിട്ടുണ്ട് ലൈവിനകത്ത്. എന്തായാലും കൊണ്ടുവരാതിരിക്കുക, അത് അയാളുടെ ഇഷ്ടം. ആ പെൺകുട്ടിയുടെ പ്രൈവസിയും കൂടി മാനിച്ചുകൊണ്ട് മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാവുള്ളൂ. ഇന്നലെ തന്നെ നിങ്ങൾ അബദ്ധത്തിൽ ഈ കുട്ടിയുടെ പേരെന്തോ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. അതൊക്കെ കുറച്ചധികം കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. ശരിക്കും സത്യം പറഞ്ഞാൽ നിങ്ങളുടെ കൈ വിട്ട് പോയ ഒരു സംഭവമാണ് എന്നാണ് എനിക്ക് മനസ്സിലായത് ഇന്നലത്തെ ലൈവ്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് മമ്മു ഇതിനു മുൻപ് ഇത്തരത്തിലുള്ള വിവാദങ്ങളിൽ പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊന്ന് ഓർക്കണം, ഒരു ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഇന്റർവ്യൂ ചെയ്യുന്ന ആളോട് പറഞ്ഞത്, ഞാൻ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രി വധുവും വരനുമുള്ള റൂമിൽ ഒളിഞ്ഞു നോക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു കോൺട്രവേഴ്സി ഈ പറയുന്ന മമ്മുവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അന്ന് അതുമായി ബന്ധപ്പെട്ട് ഈ മമ്മു ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ MRC തൊപ്പി ആൻഡ് ഗ്യാങ് ഏറിൽ പോയതാണ്. എന്നാലും അടുത്ത വിവാദം എന്ന് പറയുന്നത് ഇവരുടെ സ്വവർഗാനുരാഗവുമായി ബന്ധപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട ക്ലിപ്പുകളും മറ്റു കാര്യങ്ങളും എല്ലാം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമ്മളെല്ലാവരും ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് മിക്കവരും ആ ലൈവ് കണ്ടവർ ഈ സംഭവം നേരിട്ട് കണ്ടതാണ്. അല്ലാതെ ഇത് കേട്ടറിഞ്ഞ് പലരും ഇപ്പോൾ പോയി അത് കണ്ടിട്ടുണ്ട്. ഇൻസ്റ്റാഗ്രാമിലും മറ്റൊക്കെ ആ രംഗങ്ങൾ ഇങ്ങനെ കടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും അതൊന്നും വെക്കുന്നില്ല. എനിക്ക് ഷമീറിനോട് ചോദിക്കാനുള്ളത്, സ്വന്തം പെങ്ങളുടെ കല്യാണം നടത്താൻ വേണ്ടിയിട്ട് ക്യാഷ് ചോദിച്ചപ്പോൾ തൊപ്പി തന്നില്ല അല്ലെങ്കിൽ നിഹാദ് തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ താൻ ഇത്രയധികം വിവാദം ഉണ്ടാക്കിയത്. ഇനി നിങ്ങൾ എങ്ങനെ ക്യാഷ് ഉണ്ടാക്കിക്കൊണ്ട് എന്നാലും നിങ്ങൾ ആ വീട്ടുകാരുടെ മുന്നിൽ എങ്ങനെ
നെഞ്ചി വിരിച്ച് നിൽക്കും. എല്ലാം പോയില്ലേ കയ്യിൽ നിന്ന്. ഇതാണ് പറയുന്നത്. നമ്മൾ സൗഹൃദമായിരിക്കുന്ന സമയത്ത് പോലും നമ്മൾ കുറേയധികം കാര്യങ്ങളിൽ ലിമിറ്റേഷൻസ് വെക്കണം. നമ്മുടെ കൂട്ടുകാരൻ്റെ വീടാണ്, നമ്മൾ അവിടെയാണ് താമസിക്കുന്നത് എന്നെല്ലാം വെച്ചുകൊണ്ട് അവിടെ എന്ത് തോന്നിവാസങ്ങളും കാണിക്കുമ്പോഴത്തേക്കും നിങ്ങൾ ഓർക്കണം, അത് ഒന്നും താല്പര്യമില്ലാത്ത വേറെ ആളുകളുണ്ട്. അവർ വേണമെങ്കിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8ന്റെ പണി കിട്ടും. അതായത് ഇപ്പം നിങ്ങൾ ഡ്രഗ്സ് ഉപയോഗിച്ചാലും ഇത്തരത്തിലുള്ള നിങ്ങൾ ആക്ടിവിറ്റികളിൽ ഏർപ്പെടുമ്പോഴൊക്കെ അത് നിങ്ങൾക്ക് കംഫർട്ടായിട്ട് തോന്നും. പക്ഷെ അവിടെയും ക്യാമറ ഏറ്റവും കൂടുതൽ വില്ലനാവുന്ന സാധനമാണ് ഈ സാധനം, ക്യാമറ. അതിപ്പോൾ ഒരു കാമുകനും കാമുകിയും ഒന്നിച്ചിരിക്കുന്ന സ്ഥലത്താണെങ്കിലും അവിടെ ഏറ്റവും അധികം വില്ലനായി വരുന്നത് ഈ ഒരു സാധനമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇത് സോഷ്യൽ മീഡിയ ലൈഫാണ്. അങ്ങ് ഇന്നോ നാളെ നിങ്ങളെല്ലാവരും തമ്മിൽ തെറ്റും. അങ്ങനെ തെറ്റുമ്പോഴത്തെ സമയത്ത് ഈ പറയുന്ന ഓഡിയോ റെക്കോർഡ്സും വീഡിയോ റെക്കോർഡ്സും ഒക്കെ പ്രൂഫായിട്ട് പുറത്തേക്ക് വരും. ഇപ്പം തന്നെ നമ്മൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾ തന്നെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ഇങ്ങോട്ട് വരുന്ന കോളുകൾ ചാറ്റുകൾ എല്ലാം റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഞാനെന്നാലും എൻ്റെ ഫോണിനകത്ത് അങ്ങനെ ഒരു പരിപാടി ചെയ്യത്തില്ല. നേരത്തെ ചെയ്തിരുന്നു. മറ്റൊന്നുമല്ല, ഞാൻ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിന് മുൻപ്. അത് വേറൊരു കാര്യം കൊണ്ടാണ്. എനിക്ക് പേഴ്സണലി കുറച്ചധികം ത്രെഡ്സ് ഉണ്ട്. പേഴ്സണലി അല്ല, ഞാൻ ഒരു പൊളിറ്റീഷ്യനാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ചധികം ഭീഷണികളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ ഈ ഒരു വിഷയം, എനിക്ക് വരുന്ന കോളുകൾ, അനോണിമസ് ആയിട്ടുള്ള കോളുകൾ ഞാൻ റെക്കോർഡ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ അതിനെ സ്റ്റോപ്പ് ചെയ്തിരിക്കുക. മറ്റൊന്നുമല്ല, ഇനിയിപ്പോൾ വരുന്നോട് വെച്ച് കാണാം. ആ ഒരു മെൻറ്റാലിറ്റിയാണ് എനിക്കുള്ളത്. എന്നാൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിഹാദ് പറഞ്ഞ 1-2 കാര്യങ്ങൾ, ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഓല എന്താണ് എന്നൊന്നും എനിക്കറിയില്ല, ഉള്ള സത്യം പറയാം. പണ്ടൊക്കെ ഈ കഞ്ചാവ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നവർ പറയുന്നത് കോഡ് വേർഡ് പൊതി എന്നാണ്. കാരണം മറ്റൊന്നുമല്ല, എൻ്റെ സ്കൂളിൽ എനിക്കൊപ്പം പഠിച്ച 1-2 വിദ്യാർത്ഥികളൊക്കെ ഈ കഞ്ചാവ് കേസുകൾ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അവരെ പിടിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പറയുന്ന ഓപ്പറേഷൻ ഗുരുകുലം എന്ന് പറയുന്ന പദ്ധതി കേരള പോലീസ് ഫോം ചെയ്ത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയാം. ആ ടൈമിൽ ഇതിനുള്ള കോഡ് വേർഡ്സ് ഈ പറഞ്ഞ പൊതി എന്നായിരുന്നു. പിന്നെ ഈ കല്ലെന്ന് പറയുന്നത് MDMA ആണ്. അത് മറ്റൊന്നുമല്ല, എനിക്ക് പോലീസുകാരിൽ നിന്ന് കിട്ടിയൊരു വിവരമാണ്. എനിക്ക് സ്പെഷ്യൽ ബ്രാഞ്ചിലൊക്കെ ഉള്ള ഉദ്യോഗസ്ഥരോട് നല്ല കണക്ഷനുണ്ട്. അന്നേരം അവർ പറഞ്ഞാൽ ഈ സ്കോർ ചെയ്യുക, കല്ല്, ഇതൊക്കെ ഈ കഞ്ചാവ്, MDMA പോലെയുള്ള ലഹരി മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ട കോഡ് വേർഡുകളാണ്. എന്തായാലും അതൊക്കെ വേറൊരു യൂണിവേഴ്സ്, നമുക്ക് എന്തായാലും അതിനകത്തൊന്നും പോകണ്ട. പിന്നെ ഈ MRC ഗ്യാങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന സാധനം നമുക്കൊന്ന് കണ്ടുപോകാം. ഞാൻ കള്ളൻ നിങ്ങൾ പറയുന്നത് ഞാൻ ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, വീഡിയോ എല്ലാം വീഡിയോ കാണിക്കാം. ഞാൻ പറയുന്നത് ചാവട്ടെ, എല്ലാ എണ്ണവും ചാവട്ടെ. ആ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇവന്മാര് ഇതെപ്പെങ്കിലും പുറത്ത് വിടേണ്ട വന്നു കഴിഞ്ഞാൽ ഇവന്മാര് ഏത് ഫോൾഡറിലാ മുഖം ഞാൻ ചെറുതായിട്ട് ബ്ലർ ചെയ്തിട്ടുണ്ട്. മുഖം ബ്ലർ ചെയ്യാത്ത വേർഷൻ എൻ്റെ കയ്യിലുണ്ട്. ഓക്കെ, മുഖം ബ്ലർ ചെയ്തിട്ടുണ്ട്, സാമാനവും ഞാൻ ബ്ലർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവൻ പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട്, ഇത് നിങ്ങൾ കാണണം, പിള്ളേർക്ക് ഡ്രഗ്സ് കൊടുത്തിട്ട് പിള്ളേരെ സെക്സ്വലി അബ്യൂസ് ചെയ്യാം. ഓക്കെ, ഇവനും ഇത് അയച്ചിട്ടുള്ളത്, മമ്മും ഇത് അയച്ചു. അപ്പോൾ ഇതിനകത്തുള്ള ഗൗരവപരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? പിള്ളേരെന്ന് പറയുമ്പോൾ 18 വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളല്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് ഡ്രഗ്സ് കൊടുക്കുന്നു, എന്നിട്ട് അവരെ മറ്റ് പല കാര്യങ്ങൾക്കും വേണ്ടി യൂസ് ചെയ്യുന്നു. അങ്ങനെ യൂസ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള അലിഗേഷനാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്ന ആൺകുട്ടികളെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് തന്നെയാണല്ലോ ഈ ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തോട്ട് വന്നത്. എന്തായാലും ഇവരുടെ രണ്ടുപേരും ടേസ്റ്റ് എന്താണെന്ന് ഈ ഒരു കാര്യത്തിൽ നിന്ന് മനസ്സിലായി. എനിക്കൊന്ന് മമ്മു എന്ന് പറയുന്ന ആൾ ബൈസെക്ഷൽ ആയിരിക്കണം മിക്കവാറും. പുള്ളിക്ക് ഈ രണ്ടും പോകും, അത് എനിക്ക് തോന്നുന്നുണ്ട്. മറ്റേ ആളെക്കുറിച്ച് അങ്ങനെ ഒരു പെണ്ണുമായിട്ട് ബന്ധപ്പെടുത്തിയുള്ള അലിഗേഷൻസ് ഒന്നും വന്നിട്ടില്ല. നമുക്കറിയില്ല കേട്ടോ, അതൊക്കെ ഓരോരുത്തരുടെ നേച്ചറാണ് ആ കാര്യങ്ങളൊക്കെ. പക്ഷേ നിങ്ങളൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ തൊപ്പി എന്ന് പറയുന്ന തൊപ്പിയുടെ ഗ്യാങ്ങിലുണ്ടായിരുന്ന ആളുകൾക്ക് നല്ല ഫോളോവേഴ്സ് ഉണ്ട്. കുട്ടികളായിട്ടുള്ളവർ തന്നെ ഇൻസ്റ്റാഗ്രാമിലും മറ്റൊക്കെ ഇവരെ ധാരാളമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ മമ്മൂനെയൊക്കെ ഫോളോ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള ഒരു അനുഭവം വന്നു കഴിഞ്ഞാൽ അത് അതീവ ഗൗരവപരമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്തൊക്കെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തി ഇവർക്കെതിരെയൊക്കെ നടപടി ഉണ്ടാവണം. കാരണം അല്ലെങ്കിൽ ഇന്നലെ നാളെ ഇപ്പം നമ്മൾ പലരെ കുറിച്ചും കേൾക്കുന്നുണ്ട്. റാപ്പർ വേടൻ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നമുക്ക് കേൾക്കുന്ന ആരാധികമാരെ മിസ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളൊക്കെ ധാരാളം വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇതിനകത്തൊക്കെ പ്രോപ്പറായിട്ടുള്ള അന്വേഷണവും കാര്യങ്ങളും നടന്നില്ലെങ്കിൽ ഇത് നാളെ വൻ വിപത്തിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ ശരി എന്നാൽ.